നമസ്കാരമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കണ്ട ന്യൂസുകളാണ്. മൂന്നാറിൽ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നു. കല്യാണത്തണ്ട്, കട്ടപ്പന കല്യാണത്തണ്ടിൽ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നു. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്ന് നീലക്കുറിഞ്ഞി പൂത്തു. നീലക്കുറിഞ്ഞിയാണോ മേട്ടുക്കുറിഞ്ഞിയാണോ എന്താണോ? അപ്പം നമ്മുടെ നാട്ടിൽ ഉപ്പുതറയിലും നമ്മുടെ 9 ഏക്കർ ഭാഗത്ത് നീലക്കുറിഞ്ഞി ഒത്തിരി ഉണ്ടായി കിടക്കുന്നതായിട്ട് പറഞ്ഞു. അപ്പം നമുക്ക് അവിടുത്തെ ആ കാഴ്ച വിശേഷങ്ങൾ, അത് നീലക്കുറിഞ്ഞിയാണോ മേട്ടിക്കുറിഞ്ഞിയാണോ, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പോവാം, ബാ. വളവോട് പോകുന്ന വഴിയിൽ നിന്നുമാണ് ഞങ്ങൾ 9 ഏക്കറിലേക്ക് പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുതറയിൽ നിന്നും 9 ഏക്കറിലേക്ക് 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി മുഴുവനായി പോയി കിടക്കുകയാണ്. കാറുകളൊന്നും തന്നെ കയറുകയല്ല. ഉടൻ തന്നെ വഴിപണി ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. വഴിപണിയുമായിരിക്കും. ഈ കാറ്റടിച്ച് ഈ പുല്ലെല്ലാം ഇങ്ങോട്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്, മരണമാസ് വ്യൂ ആണ് കേട്ടോ. താഴെ ഫുട്ബോൾ പോക്ക്. എപ്പോഴും കാറ്റാണ്, നല്ല സുഖമായി. നല്ല വെയിലത്ത് നിൽക്കുകയാണെങ്കിലും ആ ഒരു ചൂടറിയില്ല. ഈ കാറ്റ് എപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ? ഓക്കെ, ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും വളരെ മനോഹരമായ കാഴ്ച വിസ്മയമൊക്കെയാണ്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കണം, കുട്ടികളുമൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതൊക്കെ അഗാധമായ കൊക്കയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പാറയുടെ മുകളിൽ നിന്നും പിന്നെ താഴേക്ക് ഒരു വലിയ കുഴി. അതാണ് കുഴിയുടെ അവസ്ഥ. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ ശ്രദ്ധിക്കണേ. ക്ഷേത്രത്തിലേക്ക് കയറി പോകുന്ന വഴിയാ, ഉമാമഹേശ്വരി ക്ഷേത്രത്തിലേക്ക് കയറി പോകുന്ന വഴി. മേട്ടുക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത് 7 വർഷത്തിന് ഒരിക്കൽ പൂക്കുന്നതാണ് മേട്ടുക്കുറിഞ്ഞി. ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ഇത്. ഈ വഴി അങ്ങോട്ട് മുകളിലേക്ക് കയറി പോകണം. കാഴ്ചയുടെ വിസ്മയമൊരുക്കി ഉപ്പുതറ 9 ഏക്കർ മലനിരകൾ. ഈ സൈഡിൽ കാണുന്നത് ഇത് എരുവപ്പുല്ലെന്ന് പറയത്തില്ലേ ഈ ഭാവമൊക്കെ. ഈ പുല്ലിന് ചെറിയ മണമുണ്ട്. തെരുവപ്പുല്ലെന്ന് പറയും ഇതിന്. ഈ പുല്ല് ഇത് മുഴുവൻ ഇങ്ങനെ ഈ തെരുവ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഈ പ്രദേശം മുഴുവൻ. മുകളിൽ കയറി എന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഭംഗിയാണ്. ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. പുതിയ ബിൽഡിങ് വരുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ പണികൾ എന്തോ നടക്കുന്നു. ഓഡിറ്റോറിയം കേട്ടോ. ഓഡിറ്റോറിയത്തിൻ്റെ അങ്ങോട്ട് പണികളാണ്. ഇവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ. പ്രകൃതി ഭംഗിയുടെ അസാമാന്യ കാഴ്ചകൾ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നേ? വാവണോ? ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഒരു കല്ലുണ്ട്. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത്. ഇതാണ് കല്ലിൻ്റെ ഒരു പ്രത്യേകത. ക്ഷേത്രത്തിൻ്റെ ബാക്കിലായിട്ടാണ് ഈ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്ന സ്ഥലമേ. അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഇഷ്ടം പോലെ ആൾക്കാരാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്.
വരുന്നവർക്ക് ഈ കാഴ്ച കാണാനുള്ള സൗകര്യം ഒരുക്കണമെന്നുള്ള ഒരു വിചാരം നമ്മൾക്കില്ല എന്നുള്ളത് ഈ ടൂറിസത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നങ്ങളുണ്ട്, ഇത്തരം കാഴ്ചകൾ നശിപ്പിച്ച് കളയുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രകൃതിയുടെ ഈ കാഴ്ചകളെ നശിപ്പിച്ച് കളയാതെ ഇത് പരിപോഷിപ്പിച്ച് കൊണ്ടുപോയാൽ നാളെയും കൂടുതൽ ടൂറിസം വളരും, കൂടുതൽ ആൾക്കാർ ഈ കാഴ്ചകൾ കാണാനായിട്ട് വരും. പൂക്കൾ മാത്രമല്ല, ഈ മലകളും പച്ചപ്പും തേയിലക്കാടുകളും എല്ലാം ഈ നാടിൻ്റെ മനോഹരമായ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾക്ക് കാഴ്ചയുടെ നല്ല കാറ്റും നല്ല ശുദ്ധമായ വായുവും അന്തരീക്ഷവും എല്ലാമുള്ള ഒരു സ്ഥലമാണ് ഇത്. ഈ ടൂറിസം പ്ലേസിൽ കുറച്ചുകൂടി സർക്കാർ തലത്തിൽ കുറച്ചുകൂടി സൗകര്യങ്ങളൂടെ ഒരുക്കിയാൽ ഇത് വളരെ വലിയ ഒരു ടൂറിസം പ്ലേസാണ്. വാഗമണിൻ്റെ സമീപ പ്രദേശമാണ് ഈ ഒരു സ്ഥലവും. അതുകൊണ്ട് ഈ ഒരു കാഴ്ച നല്ല വസന്തം ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇനിയും ഇവിടെ വരണം, നാടിൻ്റെ ഭംഗി ആസ്വദിച്ച് പോകണം. ഓക്കെ, താങ്ക് യു. ഹരികരപുരം ശ്രീ ഉമാമഹേശ്വര ദേവീ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഏതാണ്ട് 2.5 ഏക്കറോളം സ്ഥലത്ത് നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്ന വിവരം ഇതിനോടകം കെ വിഷൻ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ വഴി ഈ വാർത്ത കേൾക്കുന്ന സജ്ജനങ്ങളെല്ലാവരും കേട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് കാണുന്നതിനോ അമ്പലത്തിൽ വരുന്നതിനോ യാതൊരു വക തടസ്സങ്ങളുമില്ല. എന്നാൽ ഈ നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അടിഭാഗം ഏതാണ്ട് ഒരു 3000-ഓളം അടി അല്ലെങ്കിൽ 2500 അടിക്ക് മുകളിലുള്ള വലിയ കൊക്കയുണ്ടെന്നുള്ള വിവരം ഈ വരുന്ന കുട്ടികളും മുതിർന്നവരും അറിയുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിരപ്പ് സ്ഥലത്ത് നിന്ന് മാത്രം ഈ നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്നത് കാണുകയും വലിയ ഒരു അപകടത്തിലേക്ക് നമ്മളാരും പോയി വീഴരുത് എന്ന് ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് പ്രസിഡന്റ് അറിയിച്ചു കൊള്ളുകയാണ്. പിന്നെ നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്നത് കാണുവാൻ എല്ലാവർക്കും ആകാംക്ഷയാണ്. അതുകൊണ്ട് പൂക്കൾ കാണുമ്പോഴാണ് രസം. ഈ പൂക്കൾ പറിച്ചുകൊണ്ട് പോയാൽ ഇത് നമുക്ക് ചൂടാൻ പറ്റില്ല. അതുകൊണ്ട് ആ ചെടിയിൽ നിൽക്കുന്ന പൂക്കളായിട്ട് തന്നെ നിൽക്കട്ടെ. നാളുകളിൽ വരുന്നവർക്ക് കാണാൻ വേണ്ടി ആ ചെടിയിൽ നിൽക്കുന്ന പൂക്കൾ അവിടെ ഉണ്ടായാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ ഈ തിരിച്ചിറങ്ങുന്ന നേരത്തും ധാരാളം ആൾക്കാർ ഈ കാഴ്ചകൾ കാണാനായിട്ട് ഇങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്നവർക്കും ആ കാഴ്ചകൾ കാണേണ്ടതാണ്. നമ്മൾ ആ പൂക്കൾ പറിച്ച് നശിപ്പിക്കാതിരിക്കുക. ഏതാണ്ട് 3 മണി സമയമായി വരുന്നതുണ്ടേ. പോട്ടെ, അതുകൊണ്ടോ ആ മലനിരകളിൽ മഞ്ഞ് ഇറങ്ങിത്തുടങ്ങി. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു 4-4:30, 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ മല മൂടി മഞ്ഞാകും. ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പ്രദേശം കൂടെ മഞ്ഞിൽ മൂടും. മഴമേഘങ്ങൾ മാറി നിൽക്കുന്ന ആകാശ നീലിമയ്ക്ക് താഴെ നീലാകാശത്തിൻ്റെ നിറച്ചാർത്തുകളെ നെഞ്ചേറ്റിയ ഉപ്പുതറ 9 ഏക്കർ ഉമാമഹേശ്വര ക്ഷേത്രാങ്കണത്തിൽ നിന്നും കെ വിഷൻ.